ചോദ്യം നമ്പർ 421 ശ്രീ മാത്യു ടി തോമസ്, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രി. സർ, 1997-98 വർഷത്തിലെ റെയിൽവേ ബഡ്ജറ്റിലാണ് 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി ആദ്യമായി നിർദ്ദേശിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രോ ആക്റ്റീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ പ്രഗതി പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രസ്തുത റെയിൽ പദ്ധതിയുടെ പുരോഗതി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ ചെലവ് പൂർണ്ണമായും വഹിക്കേണ്ടതുമായിരുന്നു ഈ പദ്ധതി. ഇതിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ കാലടി വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ റെയിൽവേ പൂർത്തിയാക്കിയിരുന്നെങ്കിലും അത് കമ്മീഷൻ ചെയ്തിരുന്നില്ല. തുടർന്ന് ഈ പദ്ധതി ലാഭകരമല്ലെന്ന് കണ്ടതിനാൽ തുടർ നടപടികൾ റെയിൽവേ നിർത്തിവച്ചിരുന്നു. എന്നാൽ പദ്ധതി പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി കേരളം നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും 50% തുക സംസ്ഥാനം വഹിക്കണമെന്ന ആവശ്യം റെയിൽവേ മുൻപോട്ട് വെക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുടെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പദ്ധതി ചെലവിൻ്റെ 50% വഹിക്കാനുള്ളതിന് സന്നദ്ധ റെയിൽവേ ബോർഡിനെ അറിയിച്ചിരുന്നെങ്കിലും പദ്ധതി നിർത്തിവെക്കാൻ റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. പിന്നീട് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് പുതുക്കി സമർപ്പിക്കുന്നതിനും DPR തയ്യാറാക്കുന്നതിനും റെയിൽവേ ബോർഡ് കേരളിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലിഡാർ സർവേ പൂർത്തീകരിക്കുകയും എസ്റ്റിമേറ്റ് പുതുക്കി റെയിൽവേക്ക് സമർപ്പിക്കുകയും ചെയ്തു. നിലവിൽ പദ്ധതി മരവിപ്പിച്ചതിനാൽ മറ്റു പുരോഗതികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്കമാലി എരുമേലി ശബരി പദ്ധതി പുനരാരംഭിക്കുന്നതിനോട് റെയിൽവേയോട് സംസ്ഥാന സർക്കാർ വീണ്ടും അഭ്യർത്ഥിച്ചു വരികയാണ്. എന്നാൽ പുതുക്കിയ എസ്റ്റിമേറ്റ് തുകയായ 3811 കോടി രൂപയുടെ 50% ചെലവ് പങ്കിടുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും സ്ഥിരീകരണം റെയിൽവേ ആവശ്യപ്പെടുകയും ആയത് സർക്കാരിൻ്റെ പരിഗണനയിലുള്ളതുമാണ്. എസ്റ്റിമേറ്റ് തുകയിൽ 36% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പദ്ധതി നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കാലതാമസം മൂലമാണ് എസ്റ്റിമേറ്റ് തുക വർദ്ധിക്കാനിടയായത്. ഇത് കാരണം സംസ്ഥാനത്തിന് അധിക ബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത്. മിനിസ്റ്റർ. ശ്രീ മാത്യു ടി തോമസ്. സാർ, ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞ നാളിൽ ഉണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ഓർമ്മ വേണം. 1977 മൊറാർജി ദേശായി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന മധു ബന്ദോപാധ്യായ നമുക്ക് തീരദേശ റെയിൽവേ അനുവദിച്ചത്. 89 VP സിംഗ് ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് കൊങ്കൺ റെയിൽവേ അനുവദിച്ചത്. സാർ, ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ശബരി റെയിൽവേ. ഇവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ നാളുകളിലുണ്ടായ അനുകൂലമായ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇപ്പോൾ റെയിൽവേ വികസനത്തിന് പ്രതികൂലമായൊരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഈ നിലപാടിൽ നിന്ന് പിന്മാറുന്നതിനും കാലാനുസൃതമായ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതിനും നമ്മൾ എന്തെല്ലാം ഇടപെടൽ നടത്തുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ MPമാരുടെ പിന്തുണ ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സർ, കേരളത്തിലെ നിരവധിയായിട്ടുള്ള റെയിൽവേ പദ്ധതികൾ ഇപ്പോൾ മൈസൂർ നഞ്ചങ്കോട് പാതയടക്കമുള്ള നിലമ്പൂർ പാതയടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ റെയിൽവേയോട് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ശബരി പാതയുടെയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള ലാഘവം ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടക്കുന്നത്. കാരണം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലേക്കുള്ള പാത എന്നുള്ളത് ലക്ഷക്കണക്കിനായി ആളുകൾ തീർത്ഥാടകർ വരുന്ന ഒരു പാതയാണ്. അതോടൊപ്പം തന്നെ തൊടുപുഴ അടക്കമുള്ള പ്രധാന പട്ടണങ്ങൾ, ഈ പട്ടണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കിയെ റെയിൽവേയുടെ ഭാഗമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തടസ്സമാണ് ഇപ്പോഴുള്ളത്. അത് നീക്കുക. അതോടൊപ്പം തന്നെ ഈ അങ്കമാലി ശബരി പാതയിൽ വർഷങ്ങളായി സാധാരണക്കാരായിട്ടുള്ള നിരവധി കർഷകരുടെ ഭൂമി ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കൃത്യമായി അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്.
ഏത് വിധേനയും ഇത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള ആഗ്രഹം. അത് വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ്റുമായി പ്രധാനമന്ത്രിയുമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. റെയിൽവേ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ 4-5 പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവരോടും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഈ പദ്ധതി 1997-98 വർഷത്തെ റെയിൽവേ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പൂർണ്ണമായും ഒരു റെയിൽവേ പദ്ധതി എന്ന നിലയിലാണ് നിർദ്ദേശിക്കപ്പെട്ടത്. പക്ഷേ ഇന്നിപ്പോൾ അതിന് മാറ്റമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടി അനുസരിച്ച് 3811 കോടി രൂപയിൽ 50% സംസ്ഥാന ഗവൺമെൻറ് പങ്കിടണം എന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ പദ്ധതി മരവിപ്പിച്ചിരിക്കുകയാണ്. ഫിനാൻഷ്യലി വയബിൾ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ മരവിപ്പിക്കൽ എന്ന സ്റ്റാറ്റസിൽ നിന്ന് ഒരു വിമോചനം കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന സമ്മർദ്ദ പരിശ്രമങ്ങൾ എന്തൊക്കെയെന്ന് വിശദമാക്കാം. 3011 കോടി രൂപ എന്നത് അന്ന് ഈ പദ്ധതിയുടെ വരുന്നതിനുള്ള താമസം കൊണ്ടാണ് ഇത്രയും എസ്റ്റിമേറ്റ് വർദ്ധിച്ചിട്ടുള്ളത്. ഏകദേശം 36% പദ്ധതി ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് റെയിൽവേ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പരാധീനതകൾ ഉണ്ട്. എങ്കിൽ കൂടി അധിക വായ്പ അനുവദിക്കുകയാണെങ്കിൽ ഈ പദ്ധതിക്കുള്ള അത് നമ്മൾ പരിഗണിക്കാമെന്നും പരിശോധിക്കാമെന്നും ഉള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. ശ്രീ തോമസ് കെ തോമസ്. സാർ, ഒരുപാട് പരിമിതികളുള്ള ഒരു വകുപ്പാണ് റെയിൽവേ വകുപ്പെന്നറിയാം. എന്നാലും എൻ്റെ മണ്ഡലമായ കുട്ടനാട്ടിൽ തകഴി റെയിൽവേ ക്രോസ് എന്ന് പറയുന്ന റെയിൽവേ ക്രോസ് ഉണ്ട്. നാളുകളായിട്ട് അതുവഴി ഒരു പൈപ്പ് ലൈൻ വലിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും നടക്കുന്നില്ല. റെയിൽവേ അതിന് പെർമിഷൻ തരുന്നില്ല. സാർ, അവിടെ ഒരു റെയിൽവേ ബ്രിഡ്ജ് വരാനായിട്ട് കാരണം മണിക്കൂറുകളോളം അവിടെ കാത്തുകെട്ടി കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഗേറ്റ് കേടായി കഴിഞ്ഞാൽ അവർ ആ റോഡ് തന്നെ ക്ലോസ് ചെയ്യും. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ആ പ്രദേശത്തുള്ളവർ, ഞങ്ങളെപ്പോലുള്ളവർ. ഞാനും വന്ന് പല പ്രാവശ്യം അവിടെ കടന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ബ്രിഡ്ജ് പണിയാനായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ടിവിറ്റി, കാരണം നമുക്കറിയാം അയൽ സംസ്ഥാനത്തു നിന്ന് ഒരുപാട് പേരാണ് വരുന്നത്. ആ കണക്ഷൻ കിട്ടാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അങ്ങനെ ചെയ്ത് ശബരിമലയിൽ തീർത്ഥാടകർക്ക് ചെല്ലാനുള്ള സംവിധാനം ഒരുക്കാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കും. സർ, കേരളത്തിലെ ഗതാഗത മേഖലയിൽ റെയിൽവേക്കുള്ള പങ്ക് വളരെ വലുതാണ് സർ. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഏതെല്ലാം രീതിയിൽ കേരളത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവശ്യമാണ്, ഇതെല്ലാം തന്നെ റെയിൽവേക്ക് പൂർണ്ണ പിന്തുണയാണ് നമ്മൾ നൽകുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ റെയിൽവേ മേൽപ്പാലം, സംസ്ഥാനത്ത് തന്നെ 14ഓളം പുതിയ മേൽപ്പാലങ്ങൾ സർക്കാരിൻ്റെ ചെലവിൽ തന്നെ നിർമ്മിക്കുകയാണ് സർ. അതിൽ ഗുരുവായൂരടക്കമുള്ള പദ്ധതികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ റെയിൽവേയോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാവുന്നതാണ്. അതോടൊപ്പം നിരവധി വർഷങ്ങളായി റെയിൽവേയോട് ആവശ്യപ്പെടുന്ന പാലക്കാട് കോച്ച് ഫാക്ടറി, റെയിൽവേ സോൺ, നേമം ടെർമിനൽ, കൊല്ലം മെമു ഷെഡ് വികസനം, ഗുരുവായൂർ തിരുനാവായ ലൈൻ തുടങ്ങി നിലമ്പൂർ നെഞ്ചങ്കോട്, ഇപ്പോൾ നിലമ്പൂർ നെഞ്ചങ്കോട് പാത ഈ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5000 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും അതിൻ്റെ ലിഡാർ സർവേ ഇപ്പോൾ റെയിൽവേ തന്നെ നേരിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു നിലമ്പൂർ നെഞ്ചങ്കോട് പാത സർവേ പൂർത്തിയായി കഴിഞ്ഞാൽ അത് കേരളത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ടൂറിസം വ്യവസായ രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് കഴിയാൻ പോകുന്നൊരു പാതയാണ്. അതിൻ്റെ സർവേ നടക്കുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സാർ, കേരളത്തിൻ്റെ വളരെ ദീർഘനാളത്തെ ഒരാവശ്യമായിരുന്നു ശബരി റെയിൽവേ പാത. യാഥാർത്ഥ്യമാകാൻ ഇനിയും ഏറെ സമയമെടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ
അറിയാൻ കഴിഞ്ഞത്. സാർ, എൻ്റെ ചോദ്യം, അങ്കമാലി എരുമേലി ശബരി പാത അതിന് പകരം ചെങ്ങന്നൂർ പമ്പ ലൈൻ ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ ചെങ്ങന്നൂർ ശബരി പാത നീട്ടി വിഴിഞ്ഞം വരെ എത്തിക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ലൈനുകൾ നിർമ്മിക്കുന്നതിന് നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യുകയാണ് സർ. അപ്പോൾ ഞാനത് കഴിഞ്ഞ ഉത്തരത്തിൽ തന്നെ പറഞ്ഞു. നിലവിൽ അങ്ങ് പറഞ്ഞ പോലെ തന്നെ 1997 മുതൽ അങ്കമാലി ശബരി പാത തന്നെ പെൻഡിങ്ങാണ്. ഏകദേശം 16 കിലോമീറ്ററോളം അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിട്ടില്ല. ഈ അവസരത്തിൽ അങ്ങ് പറഞ്ഞ പോലെ വിഴിഞ്ഞം ശബരി അല്ലെങ്കിൽ ആ ഒരു പാതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാഗതം നിറഞ്ഞ, പക്ഷേ ഇത് യാഥാർത്ഥ്യമാവുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് പറയാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. അത്തരത്തിലൊരു പാത വരികയാണെങ്കിൽ തീർച്ചയായും കേരളം അതിന് സ്വാഗതം ചെയ്യും. ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. ശ്രീ കെ പി മോഹനൻ. സർ, റെയിൽവേ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം സർ. സർ, മലബാർ മേഖലയിലെ ട്രെയിൻ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചിരുന്നു. എങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തുവെന്നും അതിൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുന്നതിന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാം. യെസ് സർ, സംസ്ഥാനത്ത് കോവിഡിന് ശേഷം സീനിയർ സിറ്റിസൺസിനടക്കമുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നിർത്തലാക്കിയിരുന്നു. അത് കാരണം റെയിൽവേ മന്ത്രി തന്നെ സൂചിപ്പിച്ചത് ഇത്തരം ആനുകൂല്യങ്ങൾ റെയിൽവേക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. സർ, ഇന്ത്യ എന്നുള്ളത് ഒരു സമ്പന്ന രാഷ്ട്രമല്ല. ഇവിടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ സീനിയർ സിറ്റിസന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യം നിർത്തിവെച്ചത് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അറിയിച്ചത് അത് തുടരാൻ നിർവാഹമില്ല എന്നുള്ളതാണ് അവരറിയിച്ചത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മലബാർ ഭാഗത്തേക്കുള്ള യാത്രാ ദുരിതം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തുകയും നിരവധി കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നിലപാട് അവർ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി റെയിൽവേയുടെ ആവശ്യപ്രകാരമാണ് പരശുരാം എക്സ്പ്രസ്സിന് ആവശ്യമായുള്ള 2 കോച്ചുകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ മെമു സർവീസുകൾ അനുവദിക്കണമെന്നുള്ള ആവശ്യം പരിശോധിക്കാമെന്നും അതോടൊപ്പം ആഘോഷ അവധി വേളകളിൽ തിരക്കുള്ള റൂട്ടുകളിൽ പുതിയ ട്രെയിനുകൾ, സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ അനുകൂലമായുള്ള നിലപാടും തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓണം പോലുള്ള അവധി കാലങ്ങളിൽ ആവശ്യമായുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കുള്ള കലണ്ടർ തയ്യാറാക്കി റെയിൽവേക്ക് സംസ്ഥാനം നൽകുകയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബസ് യാത്രയ്ക്ക് പോലും 5000-ലധികം രൂപയാണ് ഈ ഒരു സീസണിൽ വരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ, പൂനെ, ബോംബെ അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും മലയാളികൾക്ക് ഓണക്കാലത്തും അവധിക്കാലങ്ങളിലും വരുന്നതിനാവശ്യമായി മുൻകൂട്ടി തന്നെ കലണ്ടറുകൾ തയ്യാറാക്കി നൽകുകയാണ് നമ്മൾ. അപ്പോൾ ഈ മാസം തന്നെ അത് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ തയ്യാറായിട്ടുണ്ട്. ഈ കേരളത്തിലെ 2ാമത്തെ വന്ദേ ഭാരതിൽ 16 കോച്ചുകൾ ആക്കി വർദ്ധിപ്പിക്കാൻ തന്നെ റെയിൽവേ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. വന്ദേ ഭാരതിന് വഴിയൊരുക്കാൻ മറ്റു ട്രെയിനുകൾ മണിക്കൂറുകൾ പിടിച്ചിടുന്ന ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് കോച്ചുകൾ കുറച്ചതിന് അതോടൊപ്പം തന്നെ ഈ ജനറൽ കമ്പാർട്ട് ഇല്ലാത്തതുകൊണ്ട് സ്ലീപ്പർ കോച്ചുകളിൽ നമ്മുടെ യാത്രക്കാർ കയറിയിരിക്കുന്ന
ഒരു സംവിധാനമുണ്ട്. അപ്പോൾ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ അനുവദിക്കാമെന്നും അത് അടിയന്തരമായി തന്നെ നടപ്പിലാക്കാമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ ഷൊർണൂർ കണ്ണൂരിലേക്ക് പുതിയ പാസഞ്ചർ ട്രെയിൻ റെയിൽവേ അനുവദിച്ചിരിക്കുകയാണ്. അത് നിരന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ്. അത് കാസർഗോഡ് വരെ നീട്ടാൻ ഈ യോഗത്തിൽ നമ്മൾ ആവശ്യപ്പെടുകയും അത് പരിശോധിച്ച് അടിയന്തരമായി നടപടി സ്വീകരിക്കാമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ പാസഞ്ചേഴ്സ് അവരുടെ അസോസിയേഷനുകളുമായി കോഴിക്കോട്ടും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒരു യോഗം ചേരാമെന്നും ഒരു അദാലത്ത് പോലെ അവർ തരുന്ന പരാതികൾ പരിഹരിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു വേദി ഒരുക്കാമെന്ന് റെയിൽവേ സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത മാസം തന്നെ അത്തരത്തിലൊരു യോഗം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കമാണ്. ശ്രീ ചന്ദ്രശേഖരൻ. സാർ, കേരളത്തിലെ ബഡ്ജറ്റിൽ 22-23 ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാഞ്ഞങ്ങാട് കാണിയൂർ പാത, ആ ബഡ്ജറ്റിൽ അതിന് പ്രത്യേകമായി 20 കോടി രൂപ കേരളത്തിലെ ഭൂമിയെ ഏറ്റെടുക്കൽ ആവശ്യം ഉൾപ്പെടെ കണ്ടുകൊണ്ട് മാറ്റിവെച്ചിട്ടുള്ളതാണ് കേരള ഗവൺമെൻറ്. കർണാടകവുമായി ബന്ധപ്പെട്ടാണ് ഈ പാത വരേണ്ടത്. അതിൻ്റെ ഭാഗമായി കാണിയൂർ പാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർണാടക ഗവൺമെൻറ്റുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ആ ഗവൺമെൻറ് അതിന് ആവശ്യമായ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? തുടർ നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, ഈ കർണാടകയുമായി ബന്ധപ്പെട്ട് വരുന്ന പാതകൾ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. നിലമ്പൂർ നെഞ്ചങ്കോട്, കാഞ്ഞങ്ങാട് പാത, മൈസൂർ പാത, അത്തരത്തിൽ 3 പാതകളുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായി ഇത് നമ്മൾ ഓരോ യോഗങ്ങളിലും ആവശ്യപ്പെടുകയാണ്. സർ, ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി ഈ കാര്യം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, റെയിൽവേ. അപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് അത് അനുകൂലമായുള്ള നിലപാടാണ്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സംസാരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർണാടക ഗവൺമെൻറ്റുമായി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരവധി 2 തവണ ചർച്ച നടത്തുകയും ആ ഗവൺമെൻറ്റുകൾ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കർണാടക ഗവൺമെൻറ് ഇതുമായി എടുത്തിട്ടില്ല. അവർ പറയുന്നത് വനമേഖലയും ജനനിബിഡമായിട്ടുള്ളൊരു മേഖലയിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാഞ്ഞങ്ങാട് പാത പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ നിലമ്പൂർ നെഞ്ചങ്കോട് പാത തന്നെ പുതിയ ഒരു പ്രപ്പോസൽ വന്നിട്ടുള്ളത് തുരങ്കപാതയായി ചെയ്യണമെന്നാണ്. ഏകദേശം 20,000 കോടി രൂപയാണ് നിലമ്പൂർ നെഞ്ചങ്കോട് പാതയ്ക്ക് തുരങ്കപാതയായി ഉപയോഗിക്കുമ്പോൾ വരുന്ന ചെലവ്. ഇപ്പോൾ കാശ്മീരിലെല്ലാം ഉള്ള പോലെ തന്നെ ഈ തുരങ്കപാത ഒരു രാജ്യത്തിൻ്റെ ആവശ്യമായി നടപ്പിലാക്കുക, ലാഭകരമോ എന്നുള്ളതല്ല, രാജ്യത്തിൻ്റെ ഒരു ആവശ്യമായി ഇത്തരത്തിലൊരു പാത നടപ്പിലാക്കുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ റെയിൽവേ ലൈനുകൾക്ക് കാട് കട്ട് ചെയ്തു പോകുന്ന ഭാഗങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്തുകയും വന്യമൃഗങ്ങൾക്കോ പാരിസ്ഥിതിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ ഈ പാത നിർമ്മിക്കാവുന്നതാണ്. പക്ഷേ കർണാടക ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഈ പദ്ധതികൾക്കൊക്കെ തന്നെ അനുകൂലമായ നിലപാടുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. ചോദ്യം നമ്പർ 423 ശ്രീ വി ജോയ്, 422 വി ജോയ്. ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് വേണ്ടി കൃഷി വകുപ്പ് മന്ത്രി. സംസ്ഥാനത്ത് താറാവുകളിലും കോഴികളിലും മാത്രം ബാധിച്ചിരുന്ന പക്ഷിപ്പനി മറ്റു പക്ഷികളിലേക്ക് പടരുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 2014 മുതൽ പക്ഷിപ്പനി മിനിസ്റ്റർ ടേബിൾ ചെയ്തോ? ബാക്കി ടേബിൾ ചെയ്തു. ശ്രീ വി ജോയ്. സാർ, സംസ്ഥാനത്ത് ഈ കോഴികളിലും താറാവുകളിലും മാത്രം ബാധിച്ചിരുന്ന പക്ഷിപ്പനി ഇപ്പോൾ മറ്റു പക്ഷികളിലേക്ക് വ്യാപിക്കുന്നതായിട്ടാണ്, പടരുന്നതായിട്ടാണ് അറിയുന്നത്. ഇത്തവണ പക്ഷിപ്പനി രോഗബാധ ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാർ തലത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ വി ജോയ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ കോഴി, താറാവ് എന്നിവയിൽ മാത്രമായിരുന്നു ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത്. 2014 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒക്ടോബർ, ഫെബ്രുവരി മാസങ്ങളിലാണ്. പക്ഷേ ഇത്തവണ അത് ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദേശാടന പക്ഷികളുടെ വരവോടുകൂടി ദേശാടന പക്ഷികൾ തമ്പടിക്കുന്ന പ്രദേശങ്ങളിലാണ് സാധാരണയായി കാണുക പതിവ്. നമുക്ക്
നേരത്തെ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം ഏപ്രിൽ മാസത്തിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ രോഗബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള നടപടികൾക്ക് പുറമെ രോഗനിരീക്ഷണം കർശനമാക്കുന്നതിനും സർക്കാർ ഫാമുകളിലെ ബയോസെക്യൂരിറ്റി സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനും നിർദ്ദേശം നൽകുകയുണ്ടായി. എല്ലാ മാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്കുള്ള കർഷകർക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി കർശനമായ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി പശു, ആട്, എരുമ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും ദേശാടന പക്ഷികൾ തമ്പടിക്ക് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുകയുണ്ടായി. ഭാഗ്യവശാൽ ഈ സാമ്പിളുകളെല്ലാം അതിൻ്റെ ഫലമെല്ലാം നെഗറ്റീവായിരുന്നു. വിദഗ്ധ സംഘം ഈ രോഗബാധിത കേന്ദ്രങ്ങൾ സന്ദർശനം നടത്തി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. സ്വകാര്യ സംരംഭകരുടെയും കോൺട്രാക്ട് ഫാർമേഴ്സിൻ്റെയും ഒരു യോഗം മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അധ്യക്ഷതയിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി. ഇപ്രാവശ്യത്തെ രോഗബാധയെ സംബന്ധിച്ച തൽസ്ഥിതി അറിയിക്കുകയും സർക്കാരിൻ്റെ പക്ഷിപ്പനി പ്രതിരോധ നിയന്ത്രണ പരിപാടികളിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുടെയും കർഷകരുടെയും പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സെക്രട്ടറി കേന്ദ്ര സെക്രട്ടറിയുമായി ചർച്ച നടത്തിയുണ്ടായി. കേന്ദ്രം ഒരു സന്ദർശനം നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിരുന്നു. അവർ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭ്യമാകുന്ന അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാധ്യമാകുന്ന എല്ലാ നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഇതിൻ്റെ ഉന്നത വിഭാഗങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാം പങ്കാളിത്തത്തോടുകൂടി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഇതിൽ ഈ ഒരു കാലേ കൂട്ടിയുള്ള രോഗനിർണയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ വകുപ്പിൽ നിലവിലുള്ള രോഗനിർണയ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? യെസ് മിനിസ്റ്റർ. സർ, നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു വൈറൽ രോഗബാധയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. വൈറസ് ബാധയാണ് പക്ഷിപ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. H5N1 എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് രോഗത്തിന് കാരണമായി വരുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പക്ഷിപ്പനിക്ക് കാരണമായിരിക്കുന്നത് ഈ H5N1-ൻ്റെ പുതിയ വകഭേദമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് ബയോസേഫ്റ്റി ലെവൽ 2 ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന റഫറൽ ലബോറട്ടറിയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് പ്രവർത്തിക്കുന്ന സിയാദ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് എന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ സാങ്കേതിക മേൽനോട്ടത്തിൽ 4 രോഗനിർണയ ലബോറട്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ കീഴിൽ 14 ജില്ലാ ക്ലിനിക്കൽ ലബോറട്ടറികളും താലൂക്ക് തലത്തിൽ പ്രാഥമിക ലബോറട്ടറികളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷിമൃഗാദികളിലെ വിവിധതരം രോഗങ്ങൾ വേഗത്തിൽ നിർണ്ണയിക്കുന്നതിന് വിപുലമായ സംവിധാനങ്ങളാണ് ഇത്തരം ലാബുകളിൽ ഒരുക്കിയിട്ടുള്ളത്. നിലവിലെ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് പക്ഷിപ്പനി രോഗം പോലെയുള്ള മനുഷ്യരെ പോലും ബാധിച്ചേക്കാവുന്ന ഒരു ഹൈ സെക്യൂരിറ്റി ജന്തുജന്യ രോഗങ്ങളുടെ സ്ഥിരീകരണം ഭോപ്പാലിലെ നിസാദ് ലാബിൽ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ലാബിൽ രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് പ്രസ്തുത വിവരം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് പുറപ്പെടുവിക്കുന്നത്. അതിനാൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിനെ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പരിശോധിക്കുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും നിലവിലെ മാനദണ്ഡപ്രകാരം പരിമിതിയുണ്ട്. എന്നാലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശത്ത് ഭാഗത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള തിരുവല്ല പക്ഷിരോഗ നിർണയ ലബോറട്ടറിക്ക് പക്ഷിപ്പനി രോഗനിർണയത്തിനുള്ള അംഗീകാരം നൽകുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അനുകൂല തീരുമാനം ഉണ്ടാകുന്നതോടെ രോഗനിർണയങ്ങൾ വേഗത്തിലാക്കും. പാലോട് സിയാദിനെ ബയോസെഫ്റ്റി ലെവൽ 3-ലെത്തിച്ച് ഇത്തരം രോഗങ്ങളുടെ നിർണയം നടത്താൻ സംവിധാനം ഒരുക്കാൻ കേന്ദ്ര അനുമതിക്കായി നമ്മൾ കാത്തിരിക്കുകയുമാണ്. ശ്രീ കെ ബാബു, നെന്മാറ. സാർ, പക്ഷിപ്പനി മൂലം കോഴികളെയും താറാവിനെയും കൊന്നെടുക്കുമ്പോൾ കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാവുന്നത്. സാർ, ഓരോ വീടുകളിലും ഓമനിച്ചും താലോലിച്ചും പോറ്റി വളർത്തുന്ന, വീട്ടുകാരെ പോലെ പോറ്റി വളർത്തുന്ന പക്ഷികളുമുണ്ട്. ഒരു രോഗമില്ലെങ്കിലും അത്തരത്തിൽ പോറ്റി വളർത്തുന്ന പക്ഷികളെ കൊന്നെടുക്കണം എന്ന് പറയുന്നത് ആ കുടുംബത്തിനുണ്ടാകുന്ന വിഷമം വലുതാണ്. അതുകൊണ്ട് അത്തരം നടപടികളിൽ നിന്നും വീട്ടിൽ വളർത്തുന്ന, ഓമനിച്ച് വളർത്തുന്ന പക്ഷികളെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ, ഇത് ഓമനിച്ച് വളർത്തുന്ന പക്ഷികളാണെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു രോഗവാഹകയായിട്ടുള്ള ഒരു പക്ഷി അതിനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് മാർഗം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ ഇത് മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അമേരിക്കയിൽ സസ്തനികളിലേക്ക് ഈ രോഗം പകരുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് H5N1-ൻ്റെ ഒരു പുതിയ വകഭേദമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണയിൽ കോഴിയിലും താറാവിലും മാത്രമായി കാണുകയും അതിനെ കള്ളി ചെയ്ത് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തുവെങ്കിൽ കാട, കാക്ക, പ്രാവ് ഇതിനെല്ലാത്തിലും ഈ രോഗം വരുന്നതിൽ, മയിലിൽ ഒക്കെ ഈ രോഗം എത്തുന്നതിലേക്ക് വന്നു. അതുകൊണ്ട് ഇപ്പോൾ സസ്തനികളിലേക്ക് അമേരിക്കയിൽ പടരുക കൂടി ചെയ്തൊരു സാഹചര്യത്തിൽ വളരെ ഗൗരവതരമായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. മനുഷ്യരിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു
മൈൽഡ് ഫീവറായിട്ട് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇതിനെ പറയുന്നത് തന്നെ SPAI എന്ന ഹൈ പത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ എന്നാണ്. അത്രമേ വലിയ പ്രാധാന്യമുണ്ട്. ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഒരു മനുഷ്യരിലേക്ക് കൂടി പകരുന്ന ഒരു സുനോട്ടിക് ഡിസീസസ് പട്ടികയിൽ വരുന്നത് കൊണ്ടാണ് ഇത്രയും ശക്തമായ രോഗപ്രതിരോധം നമ്മൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് ഇത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന വസ്തുതയാണെങ്കിൽ ഈ കർമ്മ പദ്ധതിയിൽ മാറ്റം വരുത്താൻ നമുക്ക് ഒക്കില്ല. മനുഷ്യരിലേക്ക് ഇത് പടരാതിരിക്കുക എന്നുള്ള വളരെ ഗൗരവതരമായ സമീപനം സ്വീകരിക്കേണ്ടതുള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ശ്രീ ജി സ്റ്റീഫൻ. സർ, നിലവിലുണ്ടായിട്ടുള്ള പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുന്നു. ഈ സംഘം പഠനം ആരംഭിച്ചിട്ടുണ്ടോ? ആയതിൻ്റെ വിശദാംശങ്ങൾ സർക്കാർ വ്യക്തമാക്കും. യെസ് മിനിസ്റ്റർ. സർ, മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസിലെ ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ വാസു നമ്മുടെ വെറ്റിനറി സർവകലാശാലയുടെ വിദഗ്ധയും വകുപ്പിലെ വിവിധ ലാബുകളിലെ ഉന്നതതല ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദഗ്ധ സംഘം പഠനത്തിൻ്റെ ഭാഗമായി ജൂൺ 26, 27 തീയതികളിൽ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പക്ഷിപ്പനി ബാധിത മേഖലകൾ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. സർക്കാർ നൽകിയിട്ടുള്ള ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. അതിൻ്റെ പ്രകാരം തയ്യാറാക്കിയ രൂപരേഖയുടെ അടിസ്ഥാനത്താണ് സംഘം പഠനം നടത്തിയത്. പരിശോധനകൾ പൂർത്തിയാക്കി ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ്, ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ആൻഡ് ഡിസീസസ് ഇൻഫോർമാറ്റിക്സിലെയും വിദഗ്ധരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ഉടനടി നടത്തേണ്ട രോഗനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് വിശദമായ പഠന റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 2 സ്ഥാപനങ്ങളുണ്ട്. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസും ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ആൻഡ് ഡിസീസസ് ഇൻഫോർമാറ്റിക്സും. ആ 2 സ്ഥാപനങ്ങളിലെയും പ്രമുഖരുടെ ഒരു കേന്ദ്ര സംഘം കൂടി വന്നിരുന്നു. അവരുമായി കൂടി ആലോചിച്ചിട്ടാണ്, അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ മാർഗദർശനം ചെയ്യുന്നത്. നമ്മുടെ സംഘം ഈ പ്രദേശങ്ങളിലെല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകുന്നതായിരിക്കും. ശ്രീ മുരളി പെരുന്നല്ലി. സർ, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള പക്ഷിമൃഗാദികളുടെ രോഗനിർണയ ലബോറട്ടറികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അങ്ങ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇത്തരം ലബോറട്ടറികളിൽ നടക്കുന്ന രോഗനിർണയ സംവിധാനങ്ങളുടെ ശാസ്ത്രീയമായ കൃത്യത, അതിൻ്റെ ഗുണനിലവാരം, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരിശോധന നടക്കുന്നുണ്ടോ? എങ്കിൽ അത്തരം പരിശോധനകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാകും. സർ, നമ്മുടെ ലാബുകളിൽ ഏറ്റവും ഗുണനിലവാരത്തോടുകൂടിയുള്ള പരിശോധനകൾ തന്നെയാണ് നടത്തുന്നത്. ലാബുകളുടെ കാര്യത്തിനകത്ത് ഇത്തരം ഗുണനിലവാരമുള്ളവയാണോ എന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംവിധാനമുണ്ട്. അതൊരു അക്രഡിറ്റേഷനാണ്. അത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് NABL സംവിധാനമാണുള്ളത്. അപ്പോൾ ഗുണമേന്മ നിശ്ചയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന സംവിധാനമായ NABLൻ്റെ അക്രഡിറ്റേഷൻ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ്, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മഞ്ഞാടിയിൽ പ്രവർത്തിക്കുന്ന ഏവിയൻ ഡിസീസസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, പാലക്കാട് ജില്ലയിലെ മേഖലാ ലാബ് തുടങ്ങിയവർക്ക് ഈ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള രോഗനിർണയം സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, അല്ലെങ്കിൽ വകുപ്പിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ലാബുകൾക്ക് NABLൻ്റെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, പക്ഷിപ്പനി കാരണം നമ്മുടെ നാടിന് പൊതുവിലും കർഷകർക്ക് പ്രത്യേകിച്ചും ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ ചെറുതല്ല. പക്ഷിപ്പനിയുടെ പേരിൽ ഓരോ തവണയും ലക്ഷക്കണക്കായ താറാവുകളെയും മറ്റു പക്ഷി ഇനങ്ങളെയുമാണ് നമ്മൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ശാസ്ത്ര പുരോഗതി നേടിയ കാലത്തും ഈ രീതിയിൽ ഒന്നിച്ച് കൂട്ടത്തോടെ കൊല്ലുക എന്ന സംവിധാനത്തെയാണ് നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. ഇതിനെ പരിശോധിച്ച് ഈ രോഗം ബാധിച്ചവരെ മാത്രം കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലില്ല. ഇന്ന് ഇത് പരിശോധിക്കാൻ വേണ്ടി പോലും നമുക്ക് അയൽ സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് ഹൈദരാബാദിനെ ഒക്കെയാണ് നമ്മൾ അവലംബിക്കുന്നത്. നമുക്കിത് നിരീക്ഷിക്കാൻ പരീക്ഷണത്തിന് വേണ്ടി, അന്വേഷണത്തിന് ഈ വൈറോളജി ലാബ് കേരളത്തിൽ തന്നെ ആരംഭിക്കാൻ സാധിക്കുമോ, അതിന് തയ്യാറാകുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുള്ള ലാബിനെ ഇതിൻ്റെ ഒരു ഗ്രേഡിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്ന കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു ചില റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ കണക്കെല്ലാം ഉണ്ട്. ഇതിനകത്ത് ചെയ്യേണ്ടത് അനിവാര്യമായി വരുന്നുണ്ട്. കാരണം ഇതിന് എവിടെ നിന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ്. സർ, വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത് വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും നമ്പർ 1 അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന, ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെ പറയുന്നതനുസരിച്ചിട്ടാണ് കേന്ദ്രവും കേരളവും എല്ലാം ചെയ്യുന്നതെല്ലാം. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മനുഷ്യർക്ക് രോഗമുണ്ടാവാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. കുറേ പേർ, നമുക്ക് സ്പാനിഷ് ഫ്ലൂവിൻ്റെ കഥ നമുക്കറിയാം. കംബോഡിയയിൽ ഈ H5N1 എന്ന് പറയുന്ന ഈ വൈറസ് മൂലം ആളുകൾ മരിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സാർ, അങ്ങേയറ്റം
ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് എത്തുന്നാൽ അമേരിക്കയിൽ പാസ്ചറൈസ് ചെയ്യപ്പെട്ട പാലിനകത്ത് H5N1 കണ്ടു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ കുറേ സാമ്പിളുകൾ പശുവിൻ്റെ പാല്, ആടിൻ്റെ പാലെല്ലാം നമ്മൾ കൊടുത്തയക്കുന്നത്. ഭാഗ്യത്തിൽ നമുക്കത് നെഗറ്റീവ് ആയിരുന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരം വരുന്ന അവസരത്തിൽ ഇതിലെ ഹോസ്റ്റ് എന്ന് പറയുന്ന പക്ഷികളെ കൊല്ലുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്നുള്ളത് ലോകത്ത് മൊത്തം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് കേരളത്തിൽ തന്നെ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലാബിനെ ഈ നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നതിന് അതിനെല്ലാ സംവിധാനവും കേരളം ഒരുക്കുന്നുണ്ട്. കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശ്രീമതി CK ആശ. ശ്രീമതി സർ, സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായി കോഴികളെയും താറാവുകളെയും ദയാവധം നടത്തി നശിപ്പിക്കുന്നത് മൂലം കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ നഷ്ടം പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി നടപടികൾ കൈക്കൊള്ളുന്നു. മിനിസ്റ്റർ. സാർ, തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിശ്ചയിച്ചിട്ടുള്ള അനുവാദമുണ്ട് ഈ കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിനകത്ത്. 50-50 ആണ് പറയുന്നതെല്ലാം. മൊത്തത്തിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് ഇപ്പോൾ കോഴിക്കുഞ്ഞിന് 20 രൂപയാണ്. 10 രൂപ കേന്ദ്രം തരും, 10 രൂപ സംസ്ഥാനം കൊടുക്കണമെന്നാണ് പറയുന്നത്. മുട്ടക്കോഴിക്ക് 90 രൂപയാണ് കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം 50-50 45 ഇങ്ങനെയാണ് ഓരോന്നും. പക്ഷേ കേരളം വിതരണം ചെയ്യുന്നത് അങ്ങനെയല്ല. കേരളം കോഴിക്കുഞ്ഞിന് കൊടുക്കുന്നത് 100 രൂപയാണ്. കേന്ദ്രം 10 രൂപ തരുമ്പോൾ നമ്മൾ 10 രൂപ ഇട്ടാൽ മതി. പക്ഷേ എന്നാൽ കേരളം 90 രൂപ കൂടി ഇട്ടിട്ട് നമ്മൾ 100 രൂപയും. മുട്ടക്കോഴിക്ക് 200 രൂപയാണ് കൊടുക്കുന്നത്. അത് 45 രൂപ മാത്രമാണ് കേന്ദ്രം തരുന്നത്. ഇറച്ചിക്കോഴിക്ക് 100 രൂപ, കേന്ദ്രം 35 രൂപയാണ് തരുന്നത്. താറാവിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ്. ചെറുതിന് 100 രൂപ, അവിടെ 17,000 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. വലുതിന് 200 രൂപ, 67,000 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. ഇക്കാര്യത്തിനകത്ത് ഈ 2023 ഫെബ്രുവരി ആണ് അവസാനം നമുക്ക് രോഗമുണ്ടായത് കേരളത്തിൽ. അതുവരെയുള്ള പൈസ മുഴുവൻ കൊടുത്തു തീർത്തിട്ടുണ്ട്. 2016 മുതലുള്ള നഷ്ടപരിഹാര തുക മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ കോർപ്പസ് ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാരാണ് മുൻകൂറായി നൽകിയിരിക്കുന്നത്. ഏകദേശം 7.1 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നമുക്ക് ലഭിക്കാനുണ്ടായിരുന്നതിൽ 1.1 കോടി 80 ലക്ഷം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇനിയും 5 കോടി 30 ലക്ഷം കിട്ടാനുണ്ട് നമ്മൾ ചെലവഴിച്ചതിൻ്റെ. എങ്കിലും സംസ്ഥാനം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇതുവരെയുള്ള 2023 വരെ വന്നിട്ടുള്ള ഇതിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായതിൻ്റെ മാത്രമുള്ളത് അത് വേഗത്തിൽ കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ചോദ്യം നമ്പർ 423 ശ്രീ KP കുഞ്ഞമ്പത്തി മാസ്റ്റർ. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ. സർ, ടേബിൾ ചെയ്താൽ മതി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം തന്നെ GV രാജ പോലുള്ള സർക്കാരിൻ്റെ സ്പോർട്സ് സ്കൂളിലെല്ലാം തന്നെ പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനമായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കി വരികയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെയാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വെച്ച് പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകം അതിൻ്റെ തുടക്കം കുറിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ അത് നടന്നു വരികയാണ്. അതിനാവശ്യമായുള്ള പാഠ്യപദ്ധതി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. UP വിഭാഗത്തിലേക്കുള്ള പാഠ്യപദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിൽ പ്രീ പ്രൈമറി തലങ്ങളിൽ ഉദ്ഘടിത രീതിയിലാണ് കായിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. UP ഹൈസ്കൂൾ തലങ്ങളിൽ പ്രത്യേക അക്കാദമിക് സാമഗ്രികൾ തയ്യാറാക്കി 5 മുതൽ 10 വരെ ഓരോ ക്ലാസ്സിലും ആക്ടിവിറ്റി ബുക്കുകൾ തയ്യാറാക്കി മുഴുവൻ കുട്ടികൾക്കും വിതരണം ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിനും ടീച്ചർ ടെസ്റ്റുകൾ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഭാഷാ വൈവിധ്യം അനുസരിച്ച് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഭാഷകളിൽ ബുക്കുകൾ പരിഭാഷപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ലോവർ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം നൽകാൻ ഹെൽത്തി കിഡ്സ് പദ്ധതി നടപ്പിലാക്കി വരികയാണ്. LP സ്കൂൾ പാഠ്യപദ്ധതിയിൽ കായിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പ്രകാരം SCERT മുഖേന അധ്യാപകർക്ക് ഹാൻഡ് ബുക്ക് തയ്യാറാക്കി വിതരണം ചെയ്തു. ഇതിനായി കായിക വകുപ്പ് ആവശ്യമായുള്ള സഹായങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിട്ടുണ്ട്. നിലവിൽ കായിക വകുപ്പിൻ്റെ കീഴിൽ 3 സ്പോർട്സ് സ്കൂളുകൾ, SC/ST വകുപ്പിന് കീഴിലെ 2 കായിക വിദ്യാലയങ്ങളിലും ഉൾപ്പെടെ സംസ്ഥാനത്ത് 5 കായിക വിദ്യാലയങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്കൂളുകളിൽ കുട്ടികൾക്ക് ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ കഠിനമായുള്ള കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഈ കുട്ടികൾ ഇത് അവരുടെ കായിക പ്രകടനത്തെയും അക്കാദമിക നിലവാരത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. എല്ലാ സ്പോർട്സ് സ്കൂളിലും ബാധകമാക്കുന്നതും പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് തുല്യതുമായ പ്രത്യേക പാഠ്യപദ്ധതിയാണ് SCERT ചുമതലപ്പെടുത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അത് തീരുമാനമാവുകയും ഇന്നത് നടപ്പിലാക്കുകയും ചെയ്യാം.
ശ്രീ KP കുഞ്ഞമ്പുറ്റി മാസ്റ്റർ. സർ, കായിക വകുപ്പ് ഏറ്റെടുത്ത GV രാജ സ്പോർട്സ് സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാമോ? സർ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കായിക വിദ്യാലയമാണ് GV രാജ സ്പോർട്സ് സ്കൂൾ. 2017 കായിക വകുപ്പിൻ്റെ കീഴിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ആരംഭിക്കുന്നത്. കായിക വകുപ്പ് 30 കോടിയോളം രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നടപ്പിലാക്കി വരികയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ കോർട്ട്, 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, ലോങ് ജമ്പ് പിറ്റ്, ഹൈ ജമ്പിനും പോൾ വാൾട്ടിനുമുള്ള സൗകര്യങ്ങൾ, സിന്തറ്റിക് ഹോക്കി ടർഫ്, ഇൻഡോർ സ്റ്റേഡിയം എന്നിവയും ക്യാമ്പസിലുണ്ട്. 3.34 കോടി രൂപ ചെലവഴിച്ച് ഇൻഡോർ ബാസ്ക്കറ്റ്ബോൾ കോർട്ട്, ഫിറ്റ്നസ് സെൻറ്റർ, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയും നടപ്പിലാക്കി. സ്കൂൾ കവാടത്തിൽ തന്നെ GV രാജയുടെ പൂർണ്ണകായിക പ്രതിമ സ്ഥാപിക്കുകയും മുഴുവൻ വിദ്യാലയത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും CCTV സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹൈടെക് ക്ലാസ് മുറികളും മികച്ച ലാബ് സൗകര്യങ്ങളും സജ്ജമാക്കി. ഏറ്റവും പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാക്കാൻ ഉള്ള നടപടി സ്വീകരിച്ചു. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നടന്നു വരികയാണ്. സ്പോർട്സ് മെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തി ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിന് സമീപത്തെ 2.5 ഏക്കർ സ്ഥലം ലഭ്യമാക്കി ഇവിടെ ആധുനിക രീതിയിലുള്ള ഹോസ്റ്റലും കളിക്കളങ്ങളും നിർമ്മിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണ്. ലോകോത്തര ക്ലബ്ബായിട്ടുള്ള AC മിലാൻ്റെ സഹകരണത്തോടു കൂടി സ്കൂളിലെ ഫുട്ബോൾ അക്കാദമി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്ലീസ്. സർ, ലഹരി വ്യാപനത്തിലും ഓൺലൈൻ ഗെയിമുകളിലും ചൂതാട്ടത്തിലും ചെറുപ്രായത്തിലെ കുട്ടികൾ അകപ്പെട്ടു പോവുകയാണ്. ഇത്തരത്തിൽ നേരിടുന്ന വലിയ സാമൂഹ്യ പ്രത്യാഘാതം ഒഴിവാക്കുന്നതിനായി കുട്ടികൾക്ക് കായികക്ഷമത കൈവരിക്കാൻ അവസരമൊരുക്കി ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കായിക നയം മുന്നോട്ട് വെക്കുന്നത് എന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, സമഗ്രമായിട്ടുള്ളൊരു കായിക നയം കേരളം നടപ്പിലാക്കി വരികയാണ്. സർ, കഴിഞ്ഞ സഭയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത്. പൊതുവിദ്യാലയങ്ങളൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ സിലബസിൽ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഒഴിച്ചുള്ള കായിക വികസന പ്രവർത്തനങ്ങളാണ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കാൻ കായിക നയം പ്രത്യേകമായി നിർദ്ദേശിക്കുന്നത്. മുഴുവൻ കുട്ടികൾക്കും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കാനും അവസരം ഉണ്ടാവണം. വിദ്യാലയങ്ങളിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ആവശ്യമാണ്. സ്കൂളുകൾക്ക് അംഗീകാരം നൽകാൻ കളിക്കളങ്ങൾ നിർബന്ധമാക്കണം. എല്ലാ സ്കൂളുകളിലും കായിക ഇനങ്ങളിൽ സൗകര്യം വേണമെന്നാണ് നയം ആവശ്യപ്പെടുന്നത്. കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ രക്ഷിതാക്കളിൽ ഇതുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കാൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രായോഗിക പരിശീലനം നൽകാൻ സംവിധാനം ഏർപ്പെടുത്തുകയും കളി ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങൾ നയം മുന്നോട്ട് വെക്കുന്നുണ്ട്. സർ, വിദ്യാർത്ഥികളുടെ ശാരീരികക്ഷമതയും കായികക്ഷമതയും പുരോഗതിയും വിലയിരുത്താൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുകയാണ്. സർ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ ഗെയിംസിലെല്ലാം തന്നെ വളരെയധികം സമയം ചെലവഴിക്കുകയാണ്. സർ, ഇതിനു പകരമായി ഈ സ്പോർട്സ് സംവിധാനം കേരളത്തിൽ വ്യാപകമാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA-മാരുടെ സഹായത്തോടു കൂടി കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ ഗെയിംസ് കൊണ്ടുവന്നാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് നൽകാൻ കഴിയും. പല പ്രൊഫഷണൽ കോളേജുകളിലും ഇന്ന് നമ്മുടെ കുട്ടികൾ യാതൊരു രീതിയിലുള്ള കായിക ഇനങ്ങളിലും പങ്കെടുക്കുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പോർട്സ് സംവിധാനം വ്യാപകമാക്കാൻ നമ്മുടെ നയത്തിൽ പ്രത്യേകമായിട്ടുള്ള ഭാഗം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കി വരിക. ശ്രീ KT ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M നൌഷാദ്. കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, സ്കൂളുകളിൽ വിവിധ കായിക ഇനങ്ങളിൽ കഴിവുള്ളവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിച്ചത്? മിനിസ്റ്റർ. സർ, പുതിയ കായിക നയത്തിൽ സ്പോർട്സിന് കാര്യമായിട്ടുള്ള പരിഗണന നമ്മൾ നൽകേണ്ടത്. സർ, ഉന്നത പരിശീലനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ
സ്പോർട്സ് കൗൺസിലിൻ്റെ നിയന്ത്രണത്തിൽ വിവിധ ജില്ലകളിൽ കായിക ഇനങ്ങൾക്കായി പ്രത്യേകം 31 ജില്ലാ അക്കാദമികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് സർ. 51 കോളേജ് അക്കാദമികൾ, അതോടൊപ്പം തന്നെ 22 സ്കൂൾ അക്കാദമികൾ എന്നിവയും സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അത്ലറ്റിക് പരിശീലനത്തായി 6 സ്കൂളുകളിൽ വിവിധങ്ങളായിട്ടുള്ള പരിശീലന പരിപാടികൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നിരവധിയായിട്ടുള്ള ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർ. സ്കൂൾ തലങ്ങളിൽ തന്നെ 3 ഫുട്ബോൾ അക്കാദമികൾ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമായി GB രാജ, കണ്ണൂർ സ്പോർട്സ് ഡിവിഷനുകളിലും കൊച്ചി എന്നിവിടങ്ങളിലും അക്കാദമികൾ പ്രത്യേകം ആരംഭിച്ചിട്ടുണ്ട് സർ. 17 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള CM ട്രോഫി നമ്മൾ നടത്തി വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇതുമായുള്ളത് സർ. സംസ്ഥാനത്ത് തന്നെ 5 ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്ന ഗോൾ പദ്ധതി അതിൻ്റെ 1-ാം ഘട്ടം പൂർത്തീകരിക്കുകയാണ് സർ. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ നിന്നും 20 കുട്ടികളെ ഈ ഫുട്ബോൾ മത്സരങ്ങളിൽ അവർക്ക് പരിശീലനം നൽകാൻ അവർ തയ്യാറാണ് എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് അവർ അടുത്ത ദിവസം തന്നെ എത്തുകയാണ് സർ. ക്യൂബൻ സർക്കാരുമായി തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വരികയും അവരുടെ ഹവാനി യൂണിവേഴ്സിറ്റിയിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കോഴിക്കോട് ആരംഭിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സുമായി ബന്ധപ്പെടുത്തി അവരുടെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്ന കാര്യം ഇന്നലെ സംസാരിക്കേണ്ടായി സർ. ഇതെല്ലാം തന്നെ ഇപ്പോൾ സ്പോർട്സ് കോൺക്ലേവിൽ തന്നെ നിരവധി രാജ്യങ്ങളിൽ 51ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും സംസ്ഥാനത്ത് സ്പോർട്സ് വികസനവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുകയുണ്ടായി സർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടപ്പിലായി വരികയാണ്. നിരവധി അക്കാദമികൾ, ഇപ്പം സ്പാനിഷ് ക്ലബ്ബുകൾ ഇപ്പോൾ എറണാകുളത്ത് തന്നെ അവരുടെ പരിശീലനം ആരംഭിച്ചു. അങ്ങനെ നിരവധിയായുള്ള ഇപ്പോൾ ബൈച്ചിങ് ബൂട്ടിയ പോലുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ അർജൻറ്റീനിയൻ്റെ അക്കാദമി അവർ കേരളത്തിൽ ആരംഭിക്കാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംവിധാനമായതുകൊണ്ട് അതിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ തലങ്ങളിലും കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ എടുത്തു വരികയാണ്. ശ്രീ കെ പ്രേംകുമാർ. സർ, കായിക മേഖലയെ സംബന്ധിച്ചും ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നത്. LP സ്കൂളുകളിൽ സ്വാഭാവികമായും കായിക അധ്യാപകരെ നിയമിക്കണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ താഴെ ഉയർന്നു വരുന്നുണ്ട്. എൻ്റെ ചോദ്യം, LP സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിശദമാക്കാം. മിനിസ്റ്റർ. സർ, ലോവർ പ്രൈമറി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കായിക വകുപ്പ് 25 സ്കൂളുകളിൽ പ്ലേ ഫോർ ഹെൽത്ത് എന്ന പദ്ധതി ഇന്ന് ആ പദ്ധതി ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ 30ഓളം സ്കൂളുകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ ഉയർന്നു വന്ന നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ സാമൂഹ്യ സംഘടനകൾ സഹായത്തോടു കൂടി 140 സ്കൂളുകളിൽ കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ ധാരണയായിട്ടുണ്ട് സർ. കൊച്ചിൻ ഷിപ്പ്യാർഡ് 25ഓളം, എറണാകുളം ജില്ലയിലുള്ള 20ഓളം വിദ്യാലയങ്ങളിൽ ഈ പദ്ധതിക്ക് ആവശ്യമായുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സർ. അപ്പോൾ ഹെൽത്തി കിഡ്സുമായി ബന്ധപ്പെട്ട നടപടിയിൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായുള്ള സാഹചര്യം കായിക രംഗത്തേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കും സർ. ചെറിയ പ്രായത്തിൽ തന്നെ ക്ലാസ് മുറികളിൽ ആണ് ഈ പദ്ധതി ഉള്ളത്. അവിടെ വിവിധ തരം കായിക ഇനങ്ങളുടെ ഡിസ്പ്ലേ ഉണ്ടാവും. ചെറിയ കുട്ടികൾ അവിടെ വന്ന് അത് പരിശീലിക്കുന്ന രീതിയാണ് ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ശ്രീ PV ശ്രീനിജൻ. സർ, കായിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്പോർട്സ് കൗൺസിലും സ്പോർട്സ് ഡയറക്ടറേറ്റും, സ്പോർട്സ് കൗൺസിലിന് 33 കോടി രൂപയും സ്പോർട്സ് ഡയറക്ടറേറ്റിന് 101 കോടി രൂപയുമാണ് ബഡ്ജറ്റ് അലോക്കേഷൻ ഉള്ളത്. പക്ഷേ 2 വ്യത്യസ്ത ഹെഡിലാണ് ഈ അലോക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കായിക വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ഏകോപിപ്പിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൽ തന്നെ പല പ്രവർത്തനങ്ങളും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് കായിക വകുപ്പ് ഇത് 2 ഹെഡും മെർജ് ചെയ്തുകൊണ്ട് കായിക വകുപ്പിൻ്റെ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിപ്പിച്ച് പോകാനുള്ള നടപടികൾ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ്. മിനിസ്റ്റർ. സർ, എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളത് തന്നെയാണ്, എല്ലാവർക്കും കായികം, ഇത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കായിക ഡയറക്ടറിനെയും
അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിനെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത് അഭികാമ്യമാണെന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് സാർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു വരികയാണ്. കായിക ഡയറക്ടറിനെയും കൗൺസിലിനെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതോടുകൂടി തന്നെ സംസ്ഥാന തലത്തിൽ കായിക പ്രവർത്തനങ്ങൾക്ക് ഏകീകൃതമായിട്ടുള്ള സ്വഭാവം കൈവരിക്കാൻ കഴിയും സാർ. ഇന്ന് സ്പോർട്സ് കൗൺസിലുകളുടെ പ്രവർത്തനം ജില്ലാ തലങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. പഞ്ചായത്ത് തലങ്ങളിലേക്ക് സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി മുതൽ സംസ്ഥാന ഗവൺമെൻറ് അനുവദിക്കുന്ന ബഡ്ജറ്റ് തുകകൾ അത് താഴെത്തട്ടിലേക്ക് എത്തിക്കുകയും ഓരോ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ അത് നിരീക്ഷിക്കാൻ പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകളെയും ആവശ്യമായിട്ടുള്ള പരിശീലകരെ ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ നൽകുകയും എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി ഈ 2 ബഡ്ജറ്റുകളും ഒന്നിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് താഴെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും പുതിയ കായിക പദ്ധതികൾ ഉണ്ടാക്കാനും അവിടെ 5 പുതിയ പരിശീലകരെ നിയമിക്കാൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുതിയൊരു ജിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തുകൾക്കും 5 വീതം പരിശീലകരെ കായിക ഇനങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി നിയമിക്കാൻ കഴിയും. അതിനാവശ്യമായുള്ള തുക മാറ്റിവെക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പഞ്ചായത്ത് തലത്തിലേക്കുള്ള മൈക്രോ ലെവൽ സ്പോർട്സിലേക്കാണ് സാർ നമ്മൾ പോകുന്നത്. ഇത് കായിക മേഖലയിൽ വലിയ ഉണർവുണ്ടാവും സാർ. അപ്പോൾ ഈ രീതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ കായിക പ്രവർത്തനങ്ങൾ സജീവമാക്കാനും കഴിയും സാർ. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നുള്ള രീതിയിൽ നമ്മൾ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ കളിക്കളങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. MLA-മാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. ചോദ്യം നമ്പർ 424 ശ്രീ സണ്ണി ജോസഫ്, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, കാർഷിക പ്രശ്നങ്ങളാൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ നിലവിലില്ല. കർഷക പ്രശ്നങ്ങളിൽ സമയബന്ധിതമായി ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. സർ, ബി, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ബ്ലോക്കിൽ പുതുശ്ശേരി കൃഷിഭവൻ പരിധിയിലെ ശ്രീ രാധാകൃഷ്ണൻ വി എന്ന കർഷകൻ 7/6/24 കീടനാശിനി കഴിച്ച് ഗുരുതരാവസ്ഥയിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും 18/6/24 മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മേപ്പടിയാണ് വേനോലി പാടശേഖരത്തിൽ 2 ഹെക്ടർ നെൽകൃഷിയുണ്ട്. 23-24 വരെ നെൽകൃഷിക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. കൂടാതെ രണ്ടാം വിള സമയത്ത് 10,590 കിലോഗ്രാം നെല്ല് അദ്ദേഹത്തിൽ നിന്ന് സപ്ലൈകോ സംഭരിക്കുകയും അതിൻ്റെ വിലയായ 2,99,908 രൂപ കൈപ്പറ്റി ചെയ്തിട്ടുണ്ട്. ബാക്കി ഉത്തരം ഞാൻ ശ്രീ സണ്ണി ജോസഫ്. സാറേ, കാർഷിക മേഖലയുടെ പ്രതിസന്ധി പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കോവിഡ് പ്രതിസന്ധി, 2018-19 വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം, വില തകർച്ച, ഇതെല്ലാം കൃഷിയെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതിൻ്റെ എല്ലാം ആത്യന്തിക പ്രതിഫലനം ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴാണ്. കോവിഡിൻ്റെ എല്ലാം പ്രതിഫലനം ഇപ്പോഴാണ് കാർഷിക മേഖല. കാര്യമായ ആശ്വാസ പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം കൃഷിക്കാർ കടബാധ്യതയിൽ തന്നെയാണ്. അതുകൊണ്ടൊരു സമഗ്ര കാർഷിക കടാശ്വാസ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നു. മിനിസ്റ്റർ. സർ, കേരളത്തിലെ കാർഷിക മേഖലയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്, അതിനെ പ്രധാനമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കർഷകരുടെ കൃഷിയിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും ഒരുക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാത്തിൻ്റെയും വിശദം പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡേഡെന്ന് ഞാൻ പറഞ്ഞതാണ്. പ്രൈമറി അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ സെക്കൻഡറി അഗ്രികൾച്ചറിനും കൂടി വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ആ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൃഷിക്കൂട്ടങ്ങളിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെയും അതിന് നമ്മൾ പൊതു ബ്രാൻഡിംഗ് നൽകുന്നതോടെയും ഒരു പുതിയ കമ്പനി, കേരള അഗ്രോ ബിസിനസ് കമ്പനി യാഥാർത്ഥ്യമൊക്കെ ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധ്യമായ എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കർഷകർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഈ കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ ഒരു പരിമിതി, ഒന്നത് സഹകരണ മേഖലയിലെ കടബാധ്യതകൾക്ക് മാത്രമേ അത് ബാധകമാകും. രണ്ടാമത്തെ കാര്യം, അതിനിപ്പോൾ പുതിയ അപേക്ഷകൾ സ്വീകരിക്കാൻ വ്യവസ്ഥയില്ല. 2, അതിന് പാസ്സാക്കിയിട്ടുള്ള ഉത്തരവുകളനുസരിച്ച് കൊടുക്കേണ്ട പണം സർക്കാർ സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് സഹകരണ ബാങ്കുകൾ ഉത്തരവ് നടപ്പിലാക്കാൻ മടിക്കുകയാണ്. കൃഷിക്കാർക്ക് അവരുടെ രേഖകൾ തിരികെ കിട്ടുന്നില്ല. അതുകൊണ്ട് കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ പ്രവർത്തന പരിധി വ്യാപിപ്പിക്കാനും അതിന് സമയം നീട്ടിക്കൊടുക്കാനും അതിൻ്റെ ഉത്തരവനുസരിച്ച് കൊടുക്കാനുള്ള കടബാധ്യതകൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് സംഘങ്ങൾക്ക് കൊടുക്കാനും നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ. സർ, കടാശ്വാസ കമ്മീഷൻ ഇപ്പോൾ
പരമാവധി 2 ലക്ഷം രൂപ വരെയാണ് കടാശ്വാസം അനുവദിക്കുന്നത്. വയനാട്, ഇടുക്കി ജില്ലകളിൽ 31/8/2020 വരെയും മറ്റ് ജില്ലകളിൽ 31/3/2016 വരെ എടുത്തിട്ടുള്ള വായ്പകൾക്കാണ് ആനുകൂല്യം നൽകുന്നത്. നമ്മൾ 21 മുതൽ 1,61,916 അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട്. 74.57 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 10 കോടി രൂപ ഈ ആഴ്ചയിൽ തന്നെ അനുവദിക്കും. ഇതോടൊപ്പം തന്നെ സഹകരണ വകുപ്പ് നവകേരളം കുടിശ്ശിക നിവാരണ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രത്യേക കാലയളവിൽ നടത്തുന്നുണ്ട്. വായ്പകൾക്ക് ഒരു തവണ അനുവദിക്കുക, മൊറട്ടോറിയം പ്രഖ്യാപിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് റവന്യൂ റിക്കവറി ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതിനോടൊപ്പം അവതരിപ്പിച്ചിട്ടുണ്ട്. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത ദിവസം സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംസ്ഥാനത്തിന് ബാങ്കുകൾ ഇപ്പം 10 കോടി രൂപ ഈ ആഴ്ച അനുവദിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. കുടിശ്ശിക ഉണ്ട്. ആ കുടിശ്ശിക ഈ നമ്മുടെ പ്രതിസന്ധികൾക്കിടയിലും കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്കുകൾക്കുള്ള കുടിശ്ശികളെല്ലാം. ശ്രീ സജീവ് ജോസഫ്. സർ, കർഷക ആത്മഹത്യയെക്കുറിച്ച് നാം എല്ലാവരും വളരെ ഏറെ സംസാരിക്കാറുണ്ടെങ്കിലും സാർ അത് പരിഹരിക്കാനുള്ള ഒരു ശാശ്വതമായ ഒരു നടപടികളിലേക്ക് കിടക്കുന്നില്ല സാർ. എൻ്റെ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2 കർഷകർ ആത്മഹത്യ ചെയ്തു. ശ്രീ ജോസഫും ശ്രീ ജോസും. സാർ, ഇങ്ങനെ അനാഥമാകുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാനും അവരെ ദത്തെടുക്കാനുമുള്ള ഒരു സംവിധാനം നമുക്ക് അനിവാര്യമാണ് സാർ. സാർ, എൻ്റെ ചോദ്യം, ജപ്തി നടപടികൾ നേരിടുന്നവർക്ക് അവരുടെ പലിശ പൂർണ്ണമായും ഒഴിവാക്കി ഗഡുക്കളായി അടയ്ക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാനും അതുപോലെ തന്നെ വിളനഷ്ടത്തിന് അടിയന്തരമായിട്ടുള്ള നഷ്ടപരിഹാരം അതാത് സമയത്ത് തന്നെ ലഭ്യമാക്കാനുമുള്ള നടപടി പ്രത്യേക ഒരു പാക്കേജ് എന്ന നിലയിൽ തന്നെ സ്വീകരിക്കുമോ എന്നുള്ളതാണ്. യെസ് മിനിസ്റ്റർ. സർ, ആരും ആത്മഹത്യ ചെയ്യുന്നത് നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ അങ്ങേയറ്റം വേദനാജനകമായ കാര്യവുമാണ്. കേരളത്തിൽ അതിൻ്റെ ഒരു കാലഘട്ടമൊന്നും ഞാൻ പറയുന്നില്ല. അത് വീണ്ടും ഒരു രാഷ്ട്രീയ ഇതിലേക്ക് പോകുന്ന തരത്തിലേക്ക് എത്തും. എങ്കിലും റിപ്പോർട്ട് ഓഫ് സർവേ ഓൺ ഫാർമർ സൂയിസൈഡ് ഇൻ കേരള എന്നുള്ളൊരു പഠന റിപ്പോർട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം അതൊന്ന് വായിച്ചു നോക്കുന്നത് മനസ്സിലാവും. അത് ഏതൊക്കെ കാലഘട്ടം എന്നുള്ളതല്ല. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് അതിനെക്കുറിച്ച് കടക്കുന്നില്ല. നമുക്ക് വളരെ ഗൗരവതരമായൊരു ഇടപെടൽ ഈ കാര്യങ്ങളെല്ലാം അത്യന്താപേക്ഷിതമാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാങ്കുകളുടെ പലിശ ഇളവ് ചെയ്യുക എന്നുള്ളത് നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മളിവിടെ തീരുമാനം എടുക്കുന്നതുകൊണ്ട് മാത്രം അത് പ്രയാസമുള്ള കാര്യമാണ് അവരിളവ് ചെയ്യുന്നത്. മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിലെ പലിശ വീണ്ടും കൊടുക്കേണ്ടി വരികയാണ്. അതൊരു ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ റവന്യൂ റിക്കവറി ഭേദഗതി ബില്ല് നമ്മൾ സഭയിൽ അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് കൊടുത്ത ചില ഇടപെടലുകൾ നടത്തുന്നതിന് കൂടിയാണ് വന്നിരിക്കുന്നതെല്ലാം. നമ്മൾ ഈ ഉഷ്ണതരംഗവും എല്ലാം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ചില ഇളവുകൾ വേണമെന്ന്. ഇടുക്കി ജില്ലയിലെ ഏലം കർഷകരുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട് സാർ. ഉഷ്ണതരംഗത്തിൻ്റെ ഭാഗമായിട്ട് ഏലം മുഴുവൻ കരിഞ്ഞുണങ്ങിപ്പോകുന്ന തരത്തിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേകമായ യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ SLBCയോടും മറ്റ് ബാങ്കുകളൊക്കെ ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. സാധ്യമായ സഹായങ്ങൾ ഉണ്ടാവണമെന്ന്. നമുക്ക് കേരളത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് സഹകരണ ബാങ്കുകളും മറ്റുമാണ് നമ്മളിതെല്ലാം ആവശ്യപ്പെടുന്നത്. അതിൻ്റെ സഹായങ്ങൾ ലഭ്യമാവുന്നുണ്ട്. കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ എന്നിടത്തിൽ നടത്തുന്നതായിരിക്കും. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സാർ, കാർഷിക വിളകളുടെ വിലക്കുറവ് മൂലം കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. കർഷകർക്ക് വിളനാശം മൂലം കോടികളുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഈ നഷ്ടപരിഹാരം അടിയന്തരമായി കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടികൾ എടുക്കുമോ? യെസ് മിനിസ്റ്റർ. വിളനാശം ഉണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം വളരെ വേഗത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം, ആഗോളതാപനം അതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ആഗോളതാപനമൊന്നുമല്ല, ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് മാറിയിട്ട് ഗ്ലോബൽ ബോയിലിംഗ് എന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാം ഉണ്ടാക്കുന്നത് കാർഷിക മേഖല തന്നെയാണ്. കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കൃഷി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും കൃഷിയെയാണ് ബാധിക്കുന്നത്. കൃഷിയെ ബാധിക്കുമ്പോൾ അത് കർഷകനെ ബാധിക്കുകയല്ല ചെയ്യുന്നത്, ശരിക്കും മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നു. ഭക്ഷണത്തിൻ്റെ പ്രശ്നത്തിലേക്ക് എത്തുന്നു. നമ്മൾ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നം അവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ശാശ്വതമായ പരിഹാര മാർഗ്ഗം നമുക്ക് സാധ്യമായിടത്തോളം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിൽക്കുന്ന ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന കർഷകർ സഹായകമാകുന്ന തരത്തിലേക്ക് നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ തന്നെ പരിഷ്കരിച്ചിട്ടുണ്ട്. 14 ജില്ലകളിലേക്കും കാലാവസ്ഥ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി വന്നിട്ടുണ്ട്. 27 വിളകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രീമിയം കർഷകൻ അടയ്ക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രവും സംസ്ഥാനവും തുല്യ ഇത് അടയ്ക്കുന്നതെല്ലാം വളരെ വേഗത്തിൽ തന്നെ കർഷകർക്ക് വിളനാശം സംഭവിക്കുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാണ് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി എഴുതിത്തള്ളുക അത്തരം കാര്യങ്ങൾ സർക്കാരിന് ഇപ്പോൾ അത് ആലോചിക്കാൻ കഴിയുന്നതല്ല. ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ
നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഏറ്റവും കൂടുതലായി അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കർഷകരെല്ലാം വായ്പയെല്ലാം എടുത്തിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ കർഷകരെ സഹായിക്കാനുള്ള എല്ലാ കാര്യവും സഹകരണ വകുപ്പ് നടത്തുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കടാശ്വാസ കമ്മീഷൻ്റെ ഭാഗമായി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അപേക്ഷകളുടെ കാര്യവും പറഞ്ഞു. കുടിശ്ശിക ഉണ്ടെങ്കിലും നമ്മളതെല്ലാം ആ ഇളവുകൾ കർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീമതി കെ രമ. സർ, 2023-24 വർഷത്തെ സപ്ലൈകോ എടുത്ത നെല്ലിൻ്റെ പണം നൽകിയിട്ടില്ല സാർ. തൊട്ട് മുൻപത്തെ വർഷം നെല്ലിൻ്റെ പണം പാർട്ടി റെസീറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. സിബിൽ സ്കോറിനെ ഇത് സാരമായിട്ട് ബാധിച്ചതുകൊണ്ട് ലോണുകളൊന്നും എടുക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല സാർ. സപ്ലൈകോ നെല്ല് നൽകിയവരുടെ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള കണക്കെടുത്താൽ കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിലാണ് സാർ ഏറ്റവും കൂടുതൽ നെല്ല് സംഭരിച്ചിട്ടുള്ളത്. അത് മറ്റ് താലൂക്കുകളേക്കാൾ 4 ഇരട്ടിയോളം വരും സാർ. ഇതിൽ 50% തിരുവള്ളൂർ പഞ്ചായത്തിലെ വായാട്ടുപൊയിൽ പാടശേഖരത്തിൽ നിന്നാണ്. വടകര താലൂക്കിൽ 175ഓളം കർഷകരാണ് സാർ ഇങ്ങനെ സപ്ലൈകോയ്ക്ക് നെല്ല് നൽകി കടക്കണിയിലായിരിക്കുന്നത്. ഇതിൽ കുറച്ചുപേർ പിന്മാറിയാൽ ആ പാടശേഖരമൊക്കെ തരിശായി മാറും. ഈ കർഷകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുന്നതിനാവശ്യമായി നെൽകർഷകർക്ക് പണം നൽകി സഹായിക്കുന്നതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമോ? സാർ, കൃഷി വകുപ്പിൻ്റെ അല്ല ചോദ്യം സപ്ലൈയോടെയാണ് എങ്കിലും കർഷകരുമായി ബാധിക്കുന്ന വർഷമാണ് ഞാനതിന് പറയാം. എങ്കിലും എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളെല്ലാത്തിനും ഒരു ഈണം കൂട്ടാൻ വേണ്ടി ഈ ആത്മഹത്യ എന്നിങ്ങനെ ചേർത്ത് പറയുന്നത് നല്ലതല്ല. അത് ഏത് ഭാഗത്തുനിന്നും ആയാലും അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഈണം ഇരിക്കട്ടെ എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊരു പ്രേരണ കൊടുക്കുന്നത് പോലെ ആയിത്തീരും. അത് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ഭാഗത്തുണ്ടാവരുത് എന്നൊരു വിനീതമായ അപേക്ഷ എനിക്കുണ്ട്. സാർ, നമുക്ക് സപ്ലൈകോ നെല്ല് സംഭരിച്ച വകയിൽ നമുക്ക് പൈസ കൊടുത്താൽ കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ കുടിശ്ശിക കൊടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് സപ്ലൈകോ. 1000-ലധികം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നമുക്കിത് കിട്ടാനുള്ളത്. കഴിഞ്ഞ ദിവസം 366 കോടി രൂപ കഴിഞ്ഞ ദിവസം ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധ്യമായ എല്ലാ രീതികളും ഈ PRS എന്നുള്ളത് ബഹുമാനപ്പെട്ട അംഗത്തിന് മനസ്സിലാക്കണം. 2005 UDFിൻ്റെ കാലത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാവാനുള്ളത് വളരെ വേഗത്തിൽ വാങ്ങിച്ചെടുത്തും ബാങ്കുകളുമായി കൺസോർഷ്യം ബാങ്കുകളുമായി ചർച്ചകൾ നടത്തിയും വളരെ വേഗത്തിൽ ഈ പൈസ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അവരെല്ലാം അങ്ങുകൂടി കണ്ട് പറഞ്ഞ് ഈ കൃഷിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള എല്ലാ ഇടപെടലും നടത്തണമെന്ന് കൂടി അങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നു. ചോദ്യം നമ്പർ 425 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി. ടേബിൾ ചെയ്താൽ മതി. ടേബിൾ ചെയ്യാം സാർ. യെസ് ടേബിൾ ചെയ്താൽ മതി. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്. ഡോക്ടർ മാത്യു കുഴൽനാടൻ. സാർ, KSRTCയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങ് അതിന് പരിഹാരം കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, KSRTC ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഏറ്റവും പുതിയ ബസ് എന്ന സെൻസ് ഏറ്റവും ലക്ഷറി ബസ്സുകൾ പുറത്തിറക്കി കേരളത്തിനകത്ത് ഒരു പ്രീമിയം ട്രാവൽ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കഴിയും. കാരണം ഇപ്പോൾ പലരും ഈവൻ ടൂറിസ്റ്റുകളായി വരുന്നവർ പോലും ആ രാജ്യത്തെ ആ പ്രദേശത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നവർ. യൂറോപ്പിലൊക്കെ പോയി വിദേശത്ത് പോയാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുടെ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചറിന് തുടക്കം കുറിക്കാൻ കഴിയുമോ? ഏറ്റവും പ്രീമിയം ട്രാവൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് KSRTC മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയും? യെസ് മിനിസ്റ്റർ. തീർച്ചയായിട്ടും KSRTCയുടെ ലക്ഷ്യം തന്നെ ഈ കോവിഡ് കാലത്ത് സ്വന്തമായി കാറ് വാങ്ങിപ്പോയവരെ തിരിച്ച് KSRTCയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രീമിയം ട്രാവൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന കേരളത്തിൽ. മാത്രമല്ല, ചൂടിങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ കേരളത്തിലെ യാത്രക്കാർക്കും അത് ബുദ്ധിമുട്ടായതുകൊണ്ട് എയർ കണ്ടീഷൻ ബസ്സുകൾ, പുഷ് ബാക്ക് സീറ്റും എയർ കണ്ടീഷൻ സൗകര്യങ്ങളും വൈഫൈ വരെയുള്ള പുതിയ ബസ്സുകൾ KSRTC ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി 40 വണ്ടികൾ എയർ കണ്ടീഷൻ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന പേരിൽ 40 വണ്ടികൾ ഉടനെ വാങ്ങും. അതിൽ 10 വണ്ടികൾ ഓണത്തിന് മുമ്പേ ഇറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ CR മഹേഷ്. സർ, ഈ ഗ്രാമീണ മേഖലകളിലെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ അങ്ങ് ചെറിയ ബസ്സുകൾ വാങ്ങാൻ ആലോചിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണമാണ് ആദ്യ തവണ വാങ്ങുന്നത്? അതിൻ്റെ നടപടികൾ എവിടെ വരെ? ഗ്രാമീണ മേഖലകളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാം പഴയ ബസ്സുകളും വളരെ മൈലേജ് കുറഞ്ഞ വണ്ടികളുമാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ ബസ്സുകളുടെ ട്രയൽ റൺ നടത്തിയിരുന്നു. അതിൽ ഒരു ബസ്സിന് 7 കിലോമീറ്ററിന് മുകളിൽ വരെ നമുക്ക് ഡീസൽ മൈലേജ് കിട്ടുകയാണ്. അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങൾ കുറച്ചൊരു നല്ല ബസ്സുകൾ, പുതിയ ബസ്സുകൾ വരുന്നതിന് വേണ്ടിയിട്ട് 300 ചെറിയ ബസ്സുകളാണ് ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 300 ചെറിയ ബസ്സുകൾ ഗ്രാമപ്രദേശത്തേക്ക് വാങ്ങും. അതും ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. അതിനുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ശ്രീമതി ഉമാ തോമസ്. സർ, KSRTCയിലെ ടിക്കറ്റ് മുന്നേ തന്നെ എടുത്ത് കാർഡ് ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നവരുടെ പലവരുടെയും കാർഡുകൾ എല്ലാ വണ്ടികളിലും ഇപ്പോൾ എടുക്കുന്നില്ല. സർ, അതിനെന്താണ് ഒരു പോംവഴി എന്ന് പറയാമോ?
സാർ ഇപ്പോൾ നിലവിലുള്ള ഈ ടിക്കറ്റ് മെഷീനിൽ കാർഡുകൾ റീഡ് ചെയ്യാനും കാർഡിനുള്ള പണം എടുക്കാനും കഴിയുന്ന സംവിധാനങ്ങളല്ല. അപ്പോൾ പുതുതായി ഞാനിതിൻ്റെ പ്രധാന ഉത്തരത്തിൽ അങ്ങനത്തെ ലഭ്യമാക്കിയിട്ടുണ്ട്. ആ ഉത്തരത്തിൽ പറയുന്ന പോലെ പുതിയ ഒരു സിസ്റ്റം വരാൻ പോവുകയാണ്. എല്ലാ കാർഡുകളും, അതായത് എല്ലാ ഡെബിറ്റ് കാർഡുകളും പേടിഎം, ഗൂഗിൾ പേ പോലുള്ള എല്ലാ സംവിധാനങ്ങളും മൊബൈൽ വഴി ചെയ്യാവുന്ന എല്ലാം ക്യാഷ്ലെസ് ഓപ്പറേഷനുള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഒരു ടിക്കറ്റിംഗ് സമ്പ്രദായം ഒരു 4-5 മാസത്തിനുള്ളിൽ നിലവിൽ വരും. അതിലൂടെ എല്ലാ വണ്ടികൾ വരുന്ന സമയം ഓരോ 6 സെക്കൻഡിലും വണ്ടി വരുന്നതിൻ്റെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അതുപോലെ KSRTCയുടെ മുഴുവൻ അക്കൗണ്ടുകളും 9 സെക്കൻഡിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ്. അതൊരു 4-5 മാസത്തിനുള്ളിൽ നിലവിൽ വരും. ഇത്തരത്തിലുള്ളൊരു സംവിധാനം നിലനിൽക്കുമ്പോഴാണ് സാർ 3 വർഷം മുമ്പ് നേരത്തെ ATM മെഷീനുകൾ വാങ്ങിയിട്ടുള്ളത്. സാർ അതെല്ലാം കേടായിപ്പോയി. അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണവും അതിൻ്റെ ഇടപാടുകളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ തയ്യാറാകുമോ? അല്ല, ഇത്തരം ടിക്കറ്റ് മെഷീനുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ്, അതിനെപ്പറ്റി ഇതുപോലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി ഇനി വാങ്ങുന്നില്ല. ടിക്കറ്റ് മെഷീൻ്റെ പേപ്പർ പോലും വാങ്ങുന്ന നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതുപോലും വാങ്ങാതെ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം പരിശോധിച്ചിട്ട് മറുപടി പറയാം. ഇവിടെ വെച്ച് ഞാനൊരു അന്വേഷണം എന്ന് പ്രഖ്യാപിക്കുന്നത് മര്യാദയല്ല. ഞാൻ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും. ഓർഡർ ചോദ്യത്തിലൂടെ അവസാനിച്ചിരിക്കുന്നു.